അമ്മ മടിയിൽ. മാദ്രെ, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഒക്ടോബർ 2. ഒരിക്കൽ ഫ്രാൻസിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഒരു വിനോദയാത്ര നടത്തുകയായിരുന്നു. അവരോടൊപ്പം തീവണ്ടിയിൽ കയറിയ ഒരു വൃദ്ധനായ യാത്രക്കാരനെ അവർ വളരെ ശ്രദ്ധിച്ചു. വൃദ്ധൻ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ജപമാലയൊക്കെ എടുത്ത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പൂരിതമായി. അയാളുടെ മതവിശ്വാസത്തിൽ അവഞ്ഞു തോന്നിയ നിരീശ്വരവാദികളായ ചില വിദ്യാർത്ഥികൾ ആ വൃദ്ധനെ അപഹസിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു. ഇത് കേട്ടിട്ടും അദ്ദേഹം പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അയാൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഇവയ്ക്കെല്ലാം അദ്ദേഹം ശാന്തമായിട്ട് മറുപടി നൽകുകയും ചെയ്തു. അവർ സംഭാഷണം സാഹിത്യപരമായ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അന്നത്തെ പ്രശസ്ത നോവലിസ്റ്റും ഫ്രഞ്ച് സാഹിത്യത്തിലെ അനിഷേധ്യ നേതാവുമായ വിക്ടർ ഹുഗോവിനെ പറ്റി പരാമർശിച്ചു. ഹുഗോവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. അവർ വിക്ടർ ഹ്യൂഗോയുടെ ഗുണഗണങ്ങൾ സവിസ്തരം പ്രതിപാദിച്ച് യാത്ര അവസാനിപ്പിച്ച് വിട ചോദിക്കവേ ആ വൃദ്ധൻ സുസ്മരവദനായി അവരോട് പറഞ്ഞു, വിക്ടർ ഹ്യൂഗോയെക്കുറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞില്ല. എന്താണത്? വിദ്യാർത്ഥികൾ ചോദിച്ചു. അദ്ദേഹം ഒരു യഥാർത്ഥ മരിയ ഭക്തൻ കൂടിയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചു, അതിനെന്താണ് തെളിവ്? നിങ്ങൾക്കത് എങ്ങനെ അറിയാം? വൃദ്ധൻ സുസ്മരവദനായി പ്രകാരം പ്രതിഭജിച്ചു, നിങ്ങൾ പ്രകീർത്തിച്ച ആ വിക്ടർ ഹ്യൂഗോ ഇല്ലേ, അത് ഞാൻ തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്ത ജപിച്ച് ഞാൻ വേറെ എന്ത് തെളിവാണ് നിങ്ങൾക്ക് നൽകേണ്ടത്? ആ വിദ്യാർത്ഥികൾ സങ്കടത്തോടുകൂടി വിക്ടർ ഹ്യൂഗോയെ എത്രയേറെ മോശമായി സംസാരിച്ചതിനെ പറ്റി ഓർത്ത് ക്ഷമാപണം ചെയ്തുകൊണ്ടാണ് അന്ന് അവിടുന്ന് പോയത്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ബലഹീനരാണ്, അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. നന്മ നിറഞ്ഞ അമ്മേ, നിന്റെ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതുവരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ. ആമേൻ.